വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡ്രസ് ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഡിസൈനിങ് അറിയാത്തവർക്കും അതുപോലെ ഐസിങ് പെർഫെക്റ്റായിട്ട് കിട്ടാത്തവർക്കൊക്കെ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണിത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഞാൻ എഗ് വൈറ്റിലേക്കല്ല കേട്ടോ, എഗ് യോക്കിലേക്കാണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എഗ് വൈറ്റിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊന്നും കൂടി പോകണ്ട കേട്ടോ. ഇനി നമ്മൾ 1/4 കപ്പ് പാലെടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ മൈദ, 1/2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒരു 3 തവണ അരിച്ച് മാറ്റി വെച്ചതാണിത്. ഇനി എഗ് വൈറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്യണം. പതഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഒന്നായിട്ട് ചേർക്കരുത് കേട്ടോ, കുറച്ചിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് എഗ് യോക്കാണ് ചേർക്കാനുള്ളത്. അത് ഓരോന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പെട്ടെന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുന്ന എഗ്ഗിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ബീറ്റർ ലോ സ്പീഡിലിട്ടിട്ട് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ബീറ്റർ മാറ്റി വെക്കണം. പാലും ഓയിലും ചേർത്തിട്ട് ഓവർ ബീറ്റ് ചെയ്യരുത് കേട്ടോ. സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കണം. പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിനി 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 200 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലാണ് വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിത് സാധാരണ സോസ് പാനിലൊക്കെ ചെയ്തെടുക്കാം. എൻ്റെ ഓവൻ്റെ അളവാണിത് കേട്ടോ, മെഷർമെൻ്റാണിത്. പിന്നെ നമ്മൾ 1/2 കപ്പ് പാലും അതുപോലെ തന്നെ 1/2 കപ്പ് ഫ്രഷ് ക്രീമും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കി മാറ്റി വെക്കുക. നമ്മുടെ കേക്ക് ബേക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഓവനിലാണ് ഞാൻ 30 മിനിറ്റ് പറഞ്ഞത് കേട്ടോ. നിങ്ങളത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഓവൻ്റെ വീഡിയോ. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കുക. ഇനി നമുക്ക് ആ പാല് ചേർത്ത് വെച്ചില്ലേ, അത് ഇതിലേക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് വെറ്റ് ചെയ്തെടുക്കണം. മുഴുവനായിട്ട് ചേർക്കണ്ട കേട്ടോ, കുറച്ച് നമ്മൾ കഴിക്കുന്ന ടേബിളിൽ മുകളിൽ ഒഴിക്കാനായിട്ട് ആക്കി വെക്കണം. അത് മുകളിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നോസിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തെടുത്താൽ മതി.
ആർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഞാൻ കുറച്ച് പിസ്തയും റോസും ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. പുതിയ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്